ജോലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം. ചന്ദ്ര കേൾക്കുന്നുണ്ടാ? ആ കേക്കാം പറഞ്ഞോ. എടാ നമുക്ക് SRയുടെ ഒരു സിറ്റുവേഷൻ നാളത്തേക്ക് ഉണ്ടാവൂടാ, മനസ്സിലായില്ലേ? മറ്റേ ഇത് കൂൾഡൗൺ വെച്ച സിറ്റുവേഷനാ. അത് 24 hours കഴിയുമ്പോൾ മാറും. അപ്പൊ നാളെ നമുക്ക് അവരായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നായിരുന്നു പ്രീവാറ്. അത് കൂൾഡൗണിലോട്ട് പോയോണ്ട് അത് നാളത്തേക്കാവും നമുക്ക്. അത് ഇതിന്റെ മുന്നേ ഉള്ള സിറ്റുവേഷൻ അത്. കുറവാ. ഞാൻ നോക്കാം ഒരു സെക്കൻഡ്. എന്ത് ചെയ്യാപ്പാ? ഒന്നെങ്കിൽ ഇന്നടിക്കുക, അല്ലെങ്കിൽ ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. വേറെ വഴിയില്ല. ഡ്രോപ്പ് ചെയ്യണതിന്റെ നമ്മുടെ ആൾക്കാർ കുറവല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഇല്ലാത്തതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നാളത്തേക്ക് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് നമുക്ക് ഇതിപ്പോ നിങ്ങളെക്കാളും മുന്നേ ഉണ്ടായ സിറ്റുവേഷൻ അനുസരിച്ച് SRR ആയിട്ട്. അല്ല, നമുക്ക് നാളെ നിങ്ങൾക്ക് SR സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നോക്കാം. SRയുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പം അത് പ്രീവാറും ഉണ്ട്, വാറും ഉണ്ട്. അല്ല തന്നെ നിങ്ങളത് അത് ടൈം അനുസരിച്ച് അതിന് മുന്നേ കളിക്കാം നമുക്ക്. എന്നാ ഇത് അല്ലെങ്കിൽ ശേഷം നമ്മൾ റെഡിയാണ്. നമ്മൾ നാളെ ഏത് ടൈം ആണെങ്കിൽ ഏത് റെഡിയാക്കാം. അതാ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ നല്ല ഡിലേ ആവൂടാ, മനസ്സിലായി? വാരം പ്രീവാർ അറിയാലോ. അല്ല അറിയാം, അതാന്ന് പറയാം. നിങ്ങളുടെ ടൈമിനനുസരിച്ച് നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ടൈം പറയാന്ന് പറഞ്ഞു. ചന്ദ്ര കേൾക്കുന്നുണ്ടാ? എടാ 2 വാറ ജ്യൂസ് അടിക്കുന്ന പറഞ്ഞാൽ കുറച്ച് ഇമ്പോസിബിൾ അല്ലേ? എന്നാ മറ്റന്നാളത്തേക്ക് അടിക്കാം. അങ്ങനെയാണെ ഓക്കെ. മറ്റന്നാളത്തേക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റന്നാളത്തേക്ക് അടിക്കാം, നോ പ്രോബ്ലം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എനിക്ക് അറിയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 24 hours വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, അറിയാലോ സിറ്റുവേഷനാ. സിറ്റുവേഷൻ. ഇന്നിപ്പോ ഇനീഷ്യലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രീവാറ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനകത്ത് എന്താ ഉള്ളത് തീർക്കണം. അത് തീർത്തില്ലെങ്കിൽ അത് ഡ്രോപ്പ് ആവും. നിക്കടാ, ഞാൻ അഡ്മിൻ എടുത്ത് വെച്ച് നോക്കട്ടെ. എന്താ എല്ലാം തെറ്റണ? കൂമാ എന്ത് പറയും? എന്താ പ്രീവാർ അടിച്ച വാർ എന്തായാലും നാളെ അടിക്കേണ്ടി വരും. പ്രീവാർ അടിച്ച നോക്കട്ടെ സൈറ്റ്. എല്ലാരും എല്ലാരും ഹലോ നമുക്ക് ഇപ്പം നമ്മളൊരു ടിജിയുടെ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ആള് ഭയങ്കര കുറവാണ്. അപ്പൊ പ്രീവാറും വാറും അവർക്ക് നാളെ അവർക്ക് ഒരു വാറുണ്ടെന്നാ പറയുന്നത്. SR ആയിട്ട് ഉണ്ടോ അവർക്ക് അങ്ങനെ? അല്ല, നാളെ കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, 24 hour ആണ് ഒരു സിറ്റുവേഷന്റെ ടൈം. പ്രീവാറും പ്രീവാറും മാറും.
അവരുടെ അതിന് കൂൾ ഡൗൺ ആണ്. അത് നാളേക്ക് മാറുന്നൊന്നും ഉറപ്പൊന്നുമില്ല. കൂൾ ഡൗൺ ആണ്. SROSSTG ഇന്ന് കൂൾ ഡൗൺ അടിച്ചിട്ടുള്ളൂ. അത് നാളെ അത് ഇവര് ചോദിക്കുന്നതേ, അതായത് അവര് പറയുന്ന അവർക്ക് നാളെ അതുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് നിങ്ങൾ തീരുമാനിക്കുന്നതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. കാര്യം നിങ്ങളെയാണ് ഹോസ്റ്റേജ് കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോ വേണേലും കണ്ടിന്യൂ ചെയ്യാം. അതായത് നിങ്ങൾക്ക് 24 മണിക്കൂർ ടൈം ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. എപ്പോ വേണോ കണ്ടിന്യൂ ചെയ്യാം. അത് വേറെ എന്തെങ്കിലും ആയിട്ട് കൊളൈഡ് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീരുമാനിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ ഇത് നടന്നൊരു സമയം ഉണ്ടാവുമല്ലോ വില്ലുവിനെ കൊണ്ടുപോയ. ഹലോ കേക്കാവോ ചന്ദ്രു? ഹലോ, ഞാൻ കത്തിപ്പോയോ? അത് ചന്ദ്രു കത്തിപ്പോയോ? അല്ലല്ല അത് ഞങ്ങൾ മനസ്സിലായി കാര്യം മനസ്സിലായി. കൊണ്ടുപോയ ടൈം നോക്കിക്കോളേ. അതുകൊണ്ട് 24 hours. എടാ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഞങ്ങളിത് എങ്ങനെ വെച്ചാൽ നോക്കിയിട്ട് 24 hours ഡീൽ ചെയ്യാം ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ മീൻസ് ഞങ്ങളുടെ ആളെല്ലാം ഒച്ചയാക്കി. അപ്പോൾ ഞങ്ങളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 24 hours സിറ്റുവേഷന്റെ ഇതുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ വെച്ചിട്ട് ഞങ്ങൾ ഡീൽ ചെയ്യാം. അല്ല അങ്ങനെയല്ല ചന്ദ്ര, ഇപ്പം നിങ്ങൾ ഇപ്പൊ ഒരു പ്രീവാർ നിങ്ങൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായില്ലേ? അത് നിങ്ങൾ ഇന്ന് 12 മണിക്കൂറിലോട്ടാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തത്. 12-12.5 മാക്സിമം പറഞ്ഞത്. അതിപ്പോ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഉള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീവാർ എന്ന് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ആണ് വേറെ സിറ്റുവേഷൻ എടുക്കാൻ. പ്രീവാർ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ നമ്മളല്ലേ നോക്കണേടാ. നമ്മുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് അവെയറായിരിക്കേണ്ട ഞങ്ങള് അടിക്കോ ഇല്ലേന്ന്. മനസ്സിലായില്ലേ? അല്ല അതിന് വേറൊരു കാര്യം ചന്ദ്ര, അങ്ങനെ ഹോസ്റ്റേജ് ആക്കി ഇപ്പൊ ഇനീഷ്യൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇനീഷ്യൽ അതിന് വേറൊരു ഇനീഷ്യൽ ഇല്ല. അത് പിന്നെ പ്രീവാറേ ഉള്ളൂ, മനസ്സിലല്ലേ? ഈ പ്രീവാർ ഇനിഷ്യലായിട്ട് കഴിഞ്ഞ തന്നെ കുട്ടി ഇനിഷ്യൽ കഴിഞ്ഞ്. അപ്പൊ ഈ പ്രീവാർ എന്ന് പറയുമ്പോ അത് നിങ്ങൾ മാത്രമല്ല ഡിസൈഡ് ചെയ്യേണ്ടത്, നമ്മളും ഡിസൈഡ് ചെയ്യണം. മനസ്സിലായി? ഈ ഇനീഷ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോത്ത് ഗ്യാങ് സംസാരിച്ചിട്ടാണ് പ്രീവാർ സെറ്റ് ചെയ്യുന്നത്. മനസ്സിലായ? ഇനീഷ്യലി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ സിറ്റുവേഷൻ മുന്നോട്ട് ഇനീഷ്യലി കഴിഞ്ഞ ഹോസ്റ്റേജിന് നമ്മൾ കൊല്ല. അപ്പൊ അത് ബേസിക് ആണ്. കൊന്നിട്ടും വിടാ, കൊല്ലാതെ വിടാ. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നെക്സ്റ്റ് പറയുന്നത് പ്രീവാർ ആണ്. ആ പ്രീവാർ അത് 2 ഗ്യാങ് കൂടെ തീരുമാനിച്ചിട്ട് വേണം അടിക്കാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ. ആക്ച്വലി അങ്ങനെ ഒരു സാധനം അഡ്മിന്റെ അടുത്ത് ചോദിച്ചു നോക്കി. അങ്ങനെ അതല്ലടാ ചന്ദ്ര അവിടുത്തെ ബേസിക്. അല്ല 24 hours അത് നമുക്ക് സിറ്റുവേഷൻ എപ്പോഴും എടുക്കാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എടാ അങ്ങനെ ഇല്ലടാ. നീ വെയിറ്റ് ചില്ല. എടാ ഇവ എന്താ എനിക്ക് മനസ്സിലാവില്ല. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഹലോ എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പ്രീവാർ നമ്മളല്ലേ അടിക്കണ്ടേ? അതിന് നമ്മള് മറ്റേ പ്രീവാറിന് ഇതുണ്ടാ എന്തുവാ ഈ മറ്റേ അവരുടെ സമ്മതമൊക്കെ ചോദിച്ചിട്ടാണോ അടിക്കുന്നേ? പ്രീവാറിനും അവരുടെ ഇത് മീൻസ് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ആണോ അടിക്കുന്നേന്ന്? എടാ ജുഗ്രു ആണോ ഇത്? ജുഗ്രു എടാ പ്രീവാറും നമ്മൾ ചോദിച്ചിട്ടാണോ അടിക്കണേ? സത്യം പറഞ്ഞാൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത് പ്രീവാർ വേണോ വേണ്ടായിരുന്നു. അല്ലടാ ഇപ്പൊ പ്രീവാർ അടിക്കണമെങ്കിൽ അങ്ങനത്തെ സാധനം നമ്മൾ അടിക്കുന്നുണ്ടോ? അവർ അക്സെപ്റ്റ് ചെയ്യണല്ലേ? വേണ്ട. ഓക്കെ നമുക്കാണ് ഇവിടെ. അപ്പൊ നമ്മൾ ഇനി കളിക്കണ ഇനിഷ്യൽ സിറ്റുവേഷൻ അടക്കം നമ്മൾ ആദ്യം ഇനിഷ്യൽ സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. ഇപ്പൊ കളിക്കണമെങ്കിൽ ഡ്രോപ്പ് ആക്കണമെങ്കിൽ ഇനിഷ്യൽ എടുക്കണം. പുതിയ സിറ്റുവേഷൻ ചന്ദ്രൻ നമുക്കാണ് ഇവിടെ നഷ്ടം. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്ത് വേണം. അവരുടെ സമ്മതം വേണ്ട. മറ്റേയാണമ്മ. വാവ് ഒരു സെക്കൻഡേ. എവിടെ പോകുന്നു?
അളിയാ അടി 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 വാ അടിയാ വരാം ഡേ എടാ എന്തേ ഹലോ ഹലോ നോക്കുകയാണെന്ന് തോന്നുന്നു എടാ ഹലോ 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 എന്താ 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 ആളുണ്ടോടാ എന്താണ് പറയണേ ആളുണ്ട് ഞാനുണ്ട് അടിക്കാൻ വന്നേ അല്ലേ നേരെ ദിൽ മേരെ എന്താ പറയുന്നവന്മാര് പയ്യനെ വിട്ടാ നമ്മുടെ വില്ലുവിനെ വിട്ടാ ഒരു പൊട്ട് അവന്മാരെ ഇന്ന് നമ്മൾ ചുട്ടെടുക്കും കമാൺ അളിയാ എന്നാ അളിയാ ഇന്ന് മൂഡ് പോയി നാളെ അടിക്കാം ചന്ദ്ര ഹലോ ഹലോ എവിടെ റേഡിയോയിലാണോ 125 അടിക്കണ്ട. ആഹാ 125 അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ലല്ലോ. ഞാൻ സംസാരിക്കണം റേഡിയോയില്. ഹലോ 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 ആ അപ്പൊ റെഡി ആയിക്കാ. നമ്മളൊരു 12 ടൈം കൺഫേം അല്ല. എല്ലാരും കയറുന്നതനുസരിച്ച് പറയാം. എല്ലാരും കയറുന്നതനുസരിച്ച് പറയാം. എല്ലാരും കയറുന്നതിനനുസരിച്ച് ടൈം പറയാം. അടിക്കാം ഇന്നടിക്കാം. ആ ഇന്നടിക്കാം. അതാണ് ടൈം കയറുന്നതിനനുസരിച്ച് പറയാന്ന്. എല്ലാരും കയറുന്നതിനനുസരിച്ച് ഒരു ടൈം അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഹലോ 67 കയറി 66 ഉണ്ട്. 67 അല്ലേ? അടിക്കാന്നാ പറഞ്ഞേ. അണ്ണനെ കണ്ട പഠിക്കാന്ന് പറഞ്ഞു. അണ്ണ പിന്നെ എന്തിനു? അയ്യോ അണ്ണൻ പിന്നെ എന്തിനാ ഞാൻ അണ്ണൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ അടിയുണ്ടെന്ന്. നമ്മള് 4 പേരുണ്ട്. കുട്ടി കണ്ടപ്പോഴും ഞാൻ റേഡിയോ കൂടെ കൊടുത്ത് അടിയുണ്ടെന്ന്. അവന്മാര് ആ സെറ്റ് ചെയ്യോട്ടെ. ഇനിയും മാറ്റാൻ പറ്റില്ല. ഇനി എന്നാമാരിപ്പൊ കുണ്ണേന്ന് വിളിക്കുന്നു. സത്യം ഉറപ്പായിട്ടും. അണ്ണാ ആള് കുറവാ. ഞാൻ പറഞ്ഞ ആള് കുറവാ. എന്താ ചെയ്യാ? ആള് കുറവാ എന്താ ചെയ്യാ? ആള് കുറവാണെങ്കിൽ നാളെടുക്കാം. ആളുണ്ടോ നോക്ക്. ആളില്ലാതെ നിങ്ങൾ എടുക്കുന്നത് 25 പേര് എന്തായാലും വേണം. 25 ഇല്ല. 25 പേര് എങ്ങനെ സിറ്റുവേഷൻ എടുക്കണം? 25 പേര് വേണ്ടേ? അപ്പൊ അണ്ണൻ ജോസൂട്ടിടത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. 67 കയറി ജോസൂട്ടിയുടെ കൊട്ട എടുത്താൽ വായിക്കാൻ പറ. അളിയചന്ദ്ര ഇതിപ്പോ അവനോട് സംസാരിക്കാൻ പോവാം. അളിയന്നെ ഡീൽ കളിയാ. ചന്ദ്ര അളിയനെ ഡീൽ ചെയ്യുന്നുള്ളു പറഞ്ഞിട്ട് അപ്പൊ തന്നെ ജോസൂട്ടിന് ഉമ്മയും കൊടുത്ത് ഞാൻ പറയണ നീ റെഡി ആയിരുന്നു. ഇപ്പൊ നിന്നെയൊക്കെ തൊലക്കും. ചന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മള് എത്ര പേര്? 9 പേരാണ്. അപ്പൊ ഞാൻ പറയാൻ പോവാണ്. ഇനി മാറ്റി പറയല്ലേ ഇനി. അപ്പൊ ഇല്ലല്ലോ ഇത് അടിക്കില്ലല്ലോ. ജോസു ഇറങ്ങിപ്പോയി. ഞാൻ പറയട്ടെ ഒരു 2 മണിയാവുമെന്ന് പറയട്ടെ. അല്ല 1 മണി എന്ന് പറയാം. എന്തായാലും എല്ലാരും കേറി വരാൻ 1 മണിയാവും. മഞ്ഞിൻ കൂടാരം എടാ ചന്ദ്ര, സിറ്റി ഫുള്ളാ. ഒന്നാമത്തെ കാര്യം എല്ലാരും ലോഡിംഗ് സ്ക്രീനിൽ നിൽക്കുക. അതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ്. 1/2 മണിക്കൂർ എടുക്കും. അപ്പൊ ജോസഫിന്റെ അടുത്ത് 2 മണി പറയാം. 2 മണി പറ. 1:30 പറയാം. പോട്ട് 1 മണി.
അല്ല ഇതിപ്പോ കളിക്കണം അണ്ണ എക്സ് പറയണോ ഞാൻ പറയണോ അവൻ്റെ അടുത്ത് ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ പറ്റും. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന്മാർ സീനോ നമ്മൾ സിറ്റുവേഷൻ ഇതാക്കണം പറഞ്ഞു. അതായത് വാറിപ്പോൾ ആൾക്കാർ കുറവാണ്, നമ്മളെ ആൾക്കാർ കുറവാണ്. അത്രയും കൗണ്ട് വെച്ച് നമുക്ക് കളിക്കാൻ പറ്റുവാണെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ ഡ്രോപ്പ് മീൻസ് നാളെ കളിക്കാം. 1:30 ആയിട്ട് അവന്മാര് പറയാം നമ്മളില്ലാന്ന്. അല്ല നാളെ കളിക്കാൻ അവന്മാർക്ക് ഇതുണ്ടെങ്കിൽ കളിക്കട്ടെ. 1:30 ആയിട്ട് പറയാ. ഇല്ല അത് നല്ലല്ലേ. ഓക്കെ. ചന്ദ്രന് കൺഫേം ആയിട്ട് പറയണ്ട, മനസ്സിലായ? ചിലപ്പോ വരും ചിലപ്പോ വരില്ല, അങ്ങനെ പറഞ്ഞു നോക്കി ചന്ദ്രൻ. അങ്ങനെയൊന്നും പോയി പറയല്ലേ. അല്ല അല്ലെ എന്തെങ്കിലും പറയാൻ നോക്കട്ടെ, ഞാൻ വരാ റേഡിയോയില് അല്ലേ. ഒന്ന് കേറിയടാ. ഞാൻ കയറുന്നാളി, ഞാൻ കയറുന്നുണ്ട്. അളിയും പറ, ഞാൻ ഉണ്ട്, ഞാൻ അവിടെ ഉണ്ട്, റെഡിയുണ്ട്. എടാ അതെ നല്ല രീതിയിൽ മറ്റേ കേറാൻ പറ്റാത്തതിന്റെ ഇഷ്യൂ ഉണ്ട്. ഇതില് ക്യൂലാണ് ഓൾമോസ്റ്റ്. ഞങ്ങളുടെ അതിൽ 3:30 ഉള്ളു. അപ്പോൾ എങ്ങനെയാന്ന് നോക്കിയിട്ട് ഇന്ന് കൺഫേം ആക്കിയിട്ട് ഞാൻ പറയാം. ടൈം ഒട്ടും പറയാൻ പറ്റുന്നത് ഇല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കേസല്ലേ ഇത്, അല്ലെങ്കിൽ സെർവർ കത്തിക്കേണ്ടി വരും. എന്നാ 3 മണി. 12 നിങ്ങൾക്ക് ഓക്കെ അല്ലെന്നാണ് പറയണേ. അളി എന്താ പറയണ്ട അവരോട്. എടാ നമ്മളെ ആലോചിച്ചിട്ട് പറയാം. നമ്മളെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങളൊരു 2:30 വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. 2:30 വരെ ബാസണ്ണ അണ്ണ റേഡിയോ കയറി പറയണ ചന്ദ്ര സംസാരിച്ചിട്ടും ചത്ത് എന്തൊക്കെ ചന്ദ്ര. എന്റെ ക്യാമറ ഇപ്പുറത്തായിരുന്നല്ലേ. നിങ്ങൾക്ക് കോച്ച് ചെയ്യാൻ പറ്റിയില്ലല്ലേ എന്നെ. നിങ്ങൾക്ക് എന്നെ കോച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്നെ കോച്ച് ചെയ്യാൻ പറ്റിയില്ലല്ലേ. എടാ അവ ഇറങ്ങി പോയാ, വഴക്കിട്ട് ഇറങ്ങി പോയി. ജോസിട്ട് ഇറങ്ങി പോയാ വഴക്കിട്ട്. അവ റേഡിയോന്ന് ഇറങ്ങി പോയിട്ടളിയാ. മേലെ മേലെ ഫുഡൊക്കെ കഴിക്കണ്ടേ ചന്ദ്ര? എന്തിനാളിയാ ഫേമസ് പറ. പെട്ടെന്ന് വിളിച്ചിട്ട് രക്ഷപ്പെടുത്ത്. EMS ഇല്ലേ? അല്ല EMS ഉണ്ടോ? EMS അൺഅവൈലബിൾ അല്ലേ? അൺഅവൈലബിൾ. വാറൊക്കെ അടിച്ചിടക്ക്. എടാ അപ്പുക്കുട്ട EMS ഉണ്ടോ ചേച്ചിയിൽ? ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറയണേക്ക്. നമുക്കാണ് സിറ്റുവേഷൻ എടുക്കേണ്ടത്. 24 മണിക്കൂറുള്ള സിറ്റുവേഷൻ വേണോ വേണ്ട എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അവന്മാർക്ക് നാളെ SRR കൂടെ അണ്ടി ഉണ്ടോ പറയുണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ല, മനസ്സിലായോ? നമ്മുടെ കൂടെ 10 വട്ടം തോറ്റാ എന്നിട്ട് വന്നാണ് ഇവന്മാരൊക്കെ ഇരുന്ന് മെസ്സ് അടിക്കണത്. ഇവന്മാരെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ആള് വരുമ്പോൾ നമുക്ക് കളിക്കാം. 24 മണിക്കൂർ ഇതിനകത്ത് ഓതിക്കൊണ്ടിരിക്കുമല്ലോ ഇവിടെ എല്ലാവരും. ഇവിടെ ഇന്ന് പ്ലേയേഴ്സ് ഇല്ലാതെ പോയത് ഇന്ന് പ്ലേയേഴ്സ് ഇല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവനെയൊക്കെ ബോധിപ്പിക്കണോ പ്ലേയേഴ്സിന്റെ കാര്യം? നമ്മുടെ പ്ലേയേഴ്സ് എവിടെ പോയെന്ന്? ഇവനൊന്നും വേറൊരു പണിയില്ലാതെ രാപ്പകൽ മൊത്തം ഇതിനകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളതിനകത്ത് ഇരിക്കണോ ഇങ്ങനെ? ഇന്ന് നമുക്ക് പ്ലേയേഴ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ഇവനെ ഒന്നും ബോധിപ്പിക്കേണ്ട. നാളെ അവൻ SRR സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. നാളെ സിറ്റിയിൽ ആൾ കയറുന്ന സമയത്ത് ഇവന്മാരായിട്ടുള്ള സിറ്റുവേഷൻ എടുത്തതിന് ശേഷം ബാക്കി സിറ്റുവേഷൻ എടുത്താൽ മതി. അവന്മാർക്ക് വേണമെങ്കിൽ ഇതാക്കട്ടെ. നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ ആയതിനും നമ്മൾ തിരിച്ചു വയ്ക്കുന്ന ആൾ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ ഇവനെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം റേഡിയോക്കകത്ത് കയറി പറയേണ്ട ആവശ്യമില്ല. നാളെ സിറ്റുവേഷൻ എടുക്കാം. ഓക്കെ അത് മതി. പക്ഷെ അമ്മ 2 മണി വരെ വെയിറ്റ് ചെയ്യട്ടെ അല്ലേ? എന്താ 2 മണിക്ക് പറയാം നമ്മളില്ലാന്ന്. EMS
ബാഡി 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 ഇവിടെ വീടൊന്നും കാണത്തില്ല. ആ. ബോഡിയാണോ? ആ അതെ ബോഡി ബോഡി കിട്ടി സാറേ. എസ്കോർട്ട് അടിച്ചു സാറേ. പറഞ്ഞില്ല സാറേ, ഒന്ന് എസ്കോർട്ട് അടി. പാവം. ആരടിക്കണം ഞാൻ അടിക്കണോ അവരടിക്കും പൊന്നമ്പുള്ള ഷെർലോക്ക് സാറെ സാർ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ചെയ്യണം? എന്താ വണ്ടി ഞാൻ ചെയ്യണോ സാർ എടുക്കോ? സാർ എടുത്തോ, സാർ. പറഞ്ഞോളല്ലേ എടാ വരുന്നില്ലല്ലോടാ അടിച്ചിട്ട് ESCORT. എടാ വില്ലുമോൻ ഇത് എപ്പോഴാ സിറ്റുവേഷൻ ആയ? ഇത് ഞാൻ പറഞ്ഞതാ. എടാ ഫോണില്ലടാ. സാറേ ഞാനിത് പൊക്കി കഴിഞ്ഞാൽ സാറിന്റെ കൈ ഇരിക്കേണ്ടി വരും. കൈ ഇങ്ങനെ പగ్గടിച്ചിരിക്കാ. /ESCO. സാറെ പൊക്കി അതിന്റെ സീനില്ലേ? ഡിലീസ് അടിച്ചോളാം. എടാ എടാ എന്റെ മറ്റേ T/ അടിക്കുന്ന സ്ഥലം മാറി. താങ്ക് യു, സാറേ ഇവിടെ നിക്കോ? ഞാൻ ഒന്ന് പൊക്കട്ടെ. താങ്ക് യു സോ മച്ച്. സാർ പൊക്കിക്കോ. ബാക്കിയുള്ളവരൊന്ന് മാറിക്കേ. എടുത്തോ നീ എടുത്തോ. എടുക്ക്. അളിയ എൻട്രി ഇല്ല ഷെർലോക്ക് സാറെ ഇത് പൊക്കാനുള്ള ഇത് കാണിക്കുന്നില്ല കേട്ടോ. ഒക്കെ കാണിക്കണല്ലേ? ഇല്ല. ഓക്കെ സാർ. അന്തസ്. സാറേ പറയുന്നുണ്ടെന്ന് തോന്നില്ലേ? കൂടെ വല്ലാം പൊട്ടണല്ലേ? ഇതെന്താ രണ്ടെണ്ണം പൊട്ടണം? രണ്ടുപേര് പൊക്കായത് എന്തുവാ ഇത്? കൂട്ടത്തിൽ ഒരുത്തിനെ പിടിച്ചോണ്ട് പോയ ഇതുപോലെ ഡിലേ ഒന്നും ആക്കരുത്. ഉള്ളവർ ആരാന്ന് വെച്ചാൽ കേറി അടിച്ചോണം. കൂട്ടത്തിൽ ഒരുത്തിനെ കൊണ്ടുപോയി ഇങ്ങനെ വെയിറ്റ് ഒന്നും ചെയ്യരുത്. 10 പേര് ഉള്ളെങ്കിൽ 10 പേരെ വെച്ച് അടിക്കണം. 5 പേരുണ്ടായിരുന്നു. 5 പേര് ഉള്ളവര് മതി. കൂട്ടത്തിൽ ഒരുത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഉള്ളവര് കയറി അടിക്കണ്ടേ? ഇവന്മാരുടെ അടുത്തൊന്നും ഇതുപോലെ ഇതാക്കല്ലേ. ചന്ദ്ര ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് ഞാൻ പറയാം. അളിയാ നിന്റെ അടുത്ത് ഒരാളുടെ അടുത്തായിരിക്കും ചിലപ്പോ ഇവനൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. ബാക്കി എല്ലാവരുടെ അടുത്തും കുണ്ണേന്ന് സംസാരിക്കുന്നത്. മനസ്സിലായോ? നിന്റെ അടുത്ത് മാത്രമായിരിക്കും ഇവന്മാര് മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി എന്റെ അടുത്തും ഇവിടത്തും ബാക്കിയൊന്നും അടുത്തും മര്യാദയ്ക്കല്ല സംസാരിക്കുന്നത്. അത് ഇവിടെ പുറത്താണല്ലോ അകത്താണല്ലോ അളിയാ. ഇവന്മാരടുത്തൊന്നും നമുക്ക് ബോധിപ്പിക്കണ്ട. ഇത്രയും നമുക്ക് നല്ല സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല അളി. അത്രേ ഉള്ളൂ. അത്രയും മതി. അത് അതിന്റെ ആവശ്യം മതി. ഇവന്മാർ ഇത്രയും പറയേണ്ട ആവശ്യമില്ല നമുക്ക്. അല്ല എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞേ, സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ. അല്ലാതെ ഇവന്മാരുടെ അടുത്ത് നാളെ വേണോ മറ്റന്നാ വേണോ അവന്മാരല്ലല്ലോ തീരുമാനിക്കേണ്ട അളിയാ. നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? അവന്മാർക്ക് വാറുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അല്ല അപ്പൊ ഇന്ന് കൺഫേം ആണോ? ഇന്നുണ്ടോ അളിയ? അല്ല എനിക്ക് ഞാൻ പറയുന്നത് ഇത് ഇന്ന് 3 മണിക്കാണ് നടന്ന സംഭവം എന്നാണ് പറയണേ. അപ്പൊ നാളെ 3 മണിക്ക് മുമ്പ് സിറ്റുവേഷൻ എടുക്കണ്ടേ? 24 മണിക്കൂറല്ലേ ഉള്ളൂ. 3 മണിക്കല്ല. എത്ര മണിക്കാണ്? വൈകിട്ട് ഒരു 6-7 ഫസ്റ്റ് സിറ്റുവേഷൻ അതാണ്. പിന്നെ അടി ഫുള്ളായത് ഒരു 10 മണിയായി. മറ്റന്നാ എന്നൊക്കെ ഫസ്റ്റ് ഒരു 10 മണിക്ക്. അല്ല ഞാൻ ചോദിക്കുന്നത് എന്ത്, ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്? കൂട്ടത്തിൽ ഒരുത്തനെ പിടിച്ചോണ്ട് പോകുമ്പോ സിറ്റിക്കകത്ത് കയറണ്ടേ? ഇപ്പൊ നമുക്ക് അടിക്കാനാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ 22 പേരെന്തോ ഉള്ളൂ. 25 പേര് 35 നമ്മൾ ഫിൽഡാ. അപ്പൊ ബാക്കിയുള്ളവർ എവിടെയാണെന്ന് ഞാൻ ചോദിക്കണേ. ഒരുത്തനക്ക് കീബോർഡ് ഇല്ല, ഇന്നൊരുത്തൻ ഹൗസ് ചേഞ്ച്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും. ഇല്ല വേണ്ട, ഇങ്ങനെ വേണ്ട. പക്ഷെ നമുക്ക് ആള് വേണം. ഒന്നാമത്തെ കാര്യം ആൾക്കാർക്ക് കയറാൻ പറ്റുന്നില്ല. സിറ്റി ഫുള്ളാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ടർഫ് തോറ്റേന്റെ ഇതില് മൈൻഡ് ഫക്ക് ആയിട്ട് നിൽക്കുവാണെന്ന് കുറെ പേര് ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് നാളെ മതി എന്നാണ് കുറെ പേര് പറയണത്. ഇത് പറയണോ വേണ്ടേ? വേണ്ടല്ലോ. അമ്മാരടുത്ത് എന്താ പറയാ? നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പ്രീവാറിന് ഇത് മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നമ്മളുമായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നാളെ നമ്മൾ സിറ്റുവേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 24 ഹവേഴ്സിന് മുമ്പ് നമ്മൾ പ്രീവാർ എടുക്കുന്നുണ്ടെങ്കിൽ ഇവന്മാരടുത്ത് കയറിയിട്ട് നമ്മൾ പ്രീവാർ കഴിഞ്ഞ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ മതി. അവന്മാർ SRR ആയിട്ട് വള്ളി ഉണ്ടോന്നും നമുക്കറിയണ്ട. SRR ആയിട്ട് വള്ളി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വള്ളി പിടിച്ചപ്പോൾ അങ്ങ് പൊക്കൂടായിരുന്നോ? അത് കളിച്ചൂടായിരുന്നോ ഒന്നന്മാർക്ക്? എന്തിനാ 2 വള്ളി എടുത്ത് വെച്ച് എന്തിനാണ് അവന്മാര്? ഇത് നമ്മളെടുത്ത വള്ളിയാണോ അവന്മാരെടുത്ത വള്ളിയാണോ? അതായിട്ട് പറ, നമ്മളെ അവനെ റോബ് ചെയ്തായിരുന്നു. TJ ആണെന്ന് പറഞ്ഞിട്ട് എടുത്താണോ? അല്ല, നമ്മളെല്ലാരും കാണുന്ന എല്ലാരും റോബ് എന്നൊക്കെ ആയിരുന്നു. TJ അവൻ ഗ്യാങ് ഡ്രസ് ആയിരുന്നു.
ആ ഓക്കെ. അപ്പം നാളെ 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് സിറ്റിയിൽ കയറുക, സിറ്റുവേഷൻ എടുക്കുക, ഡിജയുടെ സിറ്റുവേഷൻ എടുക്കുക. അവന്മാർ ഇല്ലെങ്കിൽ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുക, സിറ്റുവേഷൻ എടുത്ത് അടിക്കുക. 67 കയറാൻ വേണ്ടിട്ട് ആര്? നീ അതിന്റെ അകത്ത് ഇറങ്ങിയില്ലേ? വരുന്നടാ. TJ കയറാൻ പറഞ്ഞു അതിനകത്തോട്ട്. അവന്മാരെ ഗ്യാങ് മെമ്പേഴ്സിനോട് പറയാൻ പറ കയറാൻ. അവന്റെ ഞാനാണല്ലോ എനിക്ക് ശമ്പളം തരുന്നത്. അവൻ പറയുമ്പോ ഞാൻ 67 കയറാൻ. വണ്ടി കയറാം. കാതൽ ഒരു മുച്ചിരി നീങ്ങ വന്നിട്ട് നീ ഒരിടിക്ക് തെറിച്ച പോയവൻ. എടാ EMS പോയടാ. ഈ രണ്ട് പറയണെന്നടിയാ അളിയ EMS എന്തിനു പോയേ? അവനെ കൈ കിട്ടിയ അവന്റെ ചുണ്ണി അടിച്ച പൊട്ടിക്കും. എനിക്ക് നിന്നെ അടിക്കാൻ പറ്റൂല പറഞ്ഞോണ്ടല്ലേ നീ ഓറായിട്ട് പള്ളി ഓടിക്കണേ? നീ ഏതറാ? അല്ലേ 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 നീ ഏതറാ കൊച്ചിറക്ക? അളയാളുടെ കൈവെക്കാൻ കൊണ്ടാ മേടിക്കും. 10 വീഡിയോ ഓർമ്മയുണ്ട്. ഓ ഓർമ്മിക്കില്ല. ആ ഒരു നിന്നെ ആരെങ്കിലും നിന്നെ ആരെങ്കിലും ചവിട്ടിയാണോ നിന്റെ ഈ നാക്ക് തള്ളിയത്? നിന്നെ ആരെങ്കിലും ഇടിച്ചിടിച്ചിട്ടാണോ? കൈത്തൊഴിലാണ് മനസ്സിലായില്ല. അത് ഇത് ഇട്ട് പുറത്തോട്ട് ആണോടാ ഇച്ചിരി? അതിന്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കച്ചവടം കുറയും. എന്ത്? ഞാൻ എന്റെ സ്പൈഡർമാൻ അവിടെ തൂക്കിട്ട് വെച്ചോണ്ട്. സ്പൈഡർമാനാ തന്നത്? അല്ല സോറി സ്പൈഡർമാൻ അല്ല, സ്പൈഡർ അവിടെ തൂങ്ങിട്ട് കാണില്ലേ? ഇപ്പൊ ഇല്ലേ ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ കുറച്ച് പേടിക്കാണ്ട് ലുക്ക് കാണുമ്പോ കളിച്ചു കൊടുക്കല്ലേ? പിന്നെ ടഫി അടിച്ചു കൊടുക്കുമെങ്കിൽ ഞാൻ ചന്ദ്രനെ പോലെ പ്രോ അല്ലല്ലോ. ചന്ദ്ര പ്രോ അല്ലേ? ഞാൻ അടിച്ച അടിയുണ്ടായിരുന്നു. ഇച്ചിരി തോലച്ചളഞ്ഞില്ല അമാരെ. റബ്ബർ ബാൻഡ് ചാകുന്നില്ലല്ലോ. ചന്ദ്ര 4 ഡിങ് വന്നതല്ലേ ചന്ദ്ര കേറ്? ഞാൻ അളിയോ ഇന്നൊരു ഓട്ടം ഉണ്ടായിരുന്നു. അത് മാസി വരുന്നുട്ടോ വണ്ടി മുണ്ട് നോക്കി. ഹലോ 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 ഹലോ. അപ്പൊ നാളെ അല്ലേ? ലെറ്റ്സ് ഗോ. അമ്മ 27 റേഡിയോ കയറിയിട്ട് പറയാം. 27 അല്ല 67. എന്താന്നൊക്കെ വെച്ചേക്കിട്ട് ഒരു പൊട്ടനുണ്ട് വിളിക്കണോ? ആ ബോബ ഉണ്ടാവല്ലോ അവന്റെ കൂട്ടുകാരൻ. അവ അടിച്ച് ഫിറ്റ് ആയിരിക്കും. കണ്ണാപ്പിത് വന്നാ നല്ല തടഞ്ഞുണ്ടല്ലോ. ഫിറ്റാണോ? ചന്ദ്രോ ചന്ദ്രോ ചന്ദ്ര ഫോണ് പാത്തിട്ടുണ്ടോ? ചന്ദ്ര ഒരിക്കൽ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ നാളെ പറയാൻ പോണേ. ചന്ദ്ര ഒരിക്കൽ ഇങ്ങോട്ട് വാ. ചന്ദ്രു ഇങ്ങോട്ട് വയ്ക്കവാ. എന്ത് ചന്ദ്രു എന്റെ FPS എത്ര ഇപ്പൊ? 32 FPS. ഒരു പ്രൊസസർ സ്പോൺസർ ചെയ്യോ? ചന്ദ്രു എടാ ഞാൻ നീ ആയണ്ട് പറയല്ല, ചെയ്യത്തില്ല. ചന്ദ്രു പ്ലീസ് ചന്ദ്രു ചെയ്യത്തില്ല. ഒറ്റ വാക്കി സ്പോൺസർ ചെയ്യുന്നു. പ്രൊസസർ സ്പോൺസർ ചെയ്യുന്നു. Ryzen 5 5600 എന്നാ ഉപ്പാന്ന് വിളിക്കോ?